നെല്ലിയാമ്പതിയിൽ കരുണ എസ്റ്റേറ്റിന്റെ പക്കലുള്ള 833 ഏക്കർ ഭൂമി സർക്കാർ ഭൂമിയല്ലെന്ന സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കരം പിരിക്കുവാനുള്ള അനുമതിയാണ് UDF സർക്കാരിന്റെ അവസാന കാലത്തെ മന്ത്രിസഭാ യോഗം നൽകിയത്. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശം പരിശോധിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. ഉടമസ്ഥാവകാശ തർക്കം നിലവിൽ ഹൈക്കോടതിയിലാണ്. ഇത് തീർപ്പാകാതെ നികുതി പിരിക്കേണ്ട കാര്യമില്ല. വ്യവസ്ഥകൾക്ക് വിധേയമായി നികുതി പിരിക്കുവാനുള്ള UDF സർക്കാരിന്റെ ആദ്യ തീരുമാനവും പിന്നീട് വരുത്തിയ ഭേദഗതിയും തോട്ടം ഉടമയെ സഹായിക്കാനാണെന്ന് വ്യക്തമാണ്. കരം പിരിക്കാനുള്ള എല്ലാ ഉത്തരവുകളും പുനഃപരിശോധിക്കണമെന്നും മന്ത്രിസഭ അംഗീകരിച്ച ഉപസമിതി റിപ്പോർട്ടിലുണ്ട്. ബാർക്കോഴയിൽ മുൻമന്ത്രി KM മാണിക്കെതിരായ വിജിലൻസ് കേസിൽ സുപ്രീം കോടതി അഭിഭാഷകന്റെ നിയമോപദേശം തേടിയതിൽ ഫീസ് തുക അനുവദിക്കാൻ UDF മന്ത്രിസഭ എടുത്ത തീരുമാനവും നിയമവിരുദ്ധമാണെന്ന് ഉപസമിതി കണ്ടെത്തി. ഈ ബാധ്യതയ്ക്ക് നിയമവകുപ്പ് ഉത്തരവാദിയല്ല. AGയുടെ അനുമതിയില്ലാതെ സ്വന്തം നിലയിൽ പുറമേ നിന്നുള്ള അഭിഭാഷകന്റെ അഭിപ്രായം ആരായുന്നത് ചട്ടവിരുദ്ധമാണ്. നിയമവകുപ്പിന്റെ ഉപദേശം തേടാതെയാണ് അനുമതി നൽകിയതെന്നും റിപ്പോർട്ടിലുണ്ട്. മെത്രാൻകായലിൽ കുമരകം റിസോർട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന് ഇക്കോ ടൂറിസം പദ്ധതിക്ക് അനുമതി നൽകിയത് നിയമവകുപ്പിന്റെ ഉപദേശം തേടാതെയാണെന്നും ഉപസമിതി കണ്ടെത്തി. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.